ഇന്ന് ആർമി സ്കോളർഷിപ്പിനുള്ള പരീക്ഷയല്ലേ? ഓർത്തിട്ട് ചങ്ക് തകരുന്നു. ഇന്നാണ് കണക്ക് പരീക്ഷയാ. എനിക്കാണ് കണക്കെന്ന് വെച്ചാ പോക്ക. മൊട്ടയ്ക്ക് കണക്ക് വളരെ എളുപ്പമാ. ശരിയാ, ഫിസിക്കൽ ടെസ്റ്റിന് ഞാൻ കസറും. കണക്ക് പരീക്ഷയ്ക്ക് എന്നാ ചെയ്യും? മൊട്ടെ ഡാ, നീ ഒന്ന് സഹായിക്കുമോടാ? ഞാൻ നിന്നെ സഹായിക്കാനോ? എങ്ങനെ? നിനക്കെന്നും കണക്കിന് 100-ൽ 100 മാർക്കല്ല കിട്ടുന്നത്. അതെ, എനിക്ക് പകരം നിനക്കൊന്ന് എഴുതാമോ? ഞാൻ എഴുതിയ എനിക്കല്ല സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഐസ്ക്രീം 3 ഐസ്ക്രീം കൊണ്ടുവാ. നീ ഒരു ഉപകാരം ചെയ്യണം. എന്റെ പേരിൽ പോയി കണക്ക് പരീക്ഷ എഴുതണം. അതൊന്നും പറ്റില്ല. അവരെന്നെ കണ്ടുപിടിക്കും. ആപ്ലിക്കേഷന്റെ കൂടെ നിന്റെ ഫോട്ടോ കൂടി കാണുമല്ലോ. അതൊന്നും ശരിയാവില്ല. അതിനൊക്കെ വഴിയുണ്ട്. നീ ഒരു വിഗ് വെച്ചാ ബോബനാണെന്നേ തോന്നൂ. അത്ര സുന്ദരനല്ലേ നീയും? കുറച്ച് മുടിയില്ലെന്നല്ലേ ഉള്ളൂ. എക്സാമിനേഴ്സ് പുറത്തു നിന്നുള്ളവരാ. അവർക്ക് എന്നെ നേരിട്ട് പരിചയമില്ല. അതുകൊണ്ട് തിരിച്ചറിയൊന്നും പേടിക്കേ വേണ്ട. ഹായ്, ഇപ്പം ഞാനേതാ നീ ഏതാന്ന് എനിക്ക് തന്നെ തിരിച്ചറിയാൻ മേല. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. എന്റെ കാലിൽ ആണി കൊണ്ട് പഴുത്തിരിക്കുക. നടക്കാൻ പ്രയാസമുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നിന്നെ ഒരു കാറിൽ പരീക്ഷ ഹാളിലാക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ബോബനാണല്ലേ? എന്താ താമസിച്ചത്? മറ്റുള്ളവരൊക്കെ നേരത്തെ എത്തിയല്ലോ. അവരൊക്കെ നടന്നായിരിക്കും വന്നത് സാർ. ഞാൻ കാറേലാ വന്നത്, അതുകൊണ്ടാ. ഓക്കെ, കണക്കിന്റെ പരീക്ഷ മാറ്റിവെച്ചു. അടുത്ത ആഴ്ചയായിരിക്കും കണക്ക് പരീക്ഷ. ഇന്ന് ഫിസിക്കൽ ടെസ്റ്റാ, ക്രോസ് കൺട്രി റേസ്. പക്ഷെ സാർ, അത് എന്റെ കാല് പഴുത്തിരിക്കുകയാണ് സാർ. എനിക്ക് ഒട്ടും ഓടാൻ വയ്യ സാർ. ഓടാൻ വയ്യേ? ഇതൊക്കെ ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ഒഴിവ് കഴിവുകളൊന്നും എന്നോട് പറയണ്ട. എല്ലാ കുട്ടികളും ഓടിയേ തീരൂ. ഇത്ര ചെറുപ്പത്തിലെ കുട്ടികൾ ഉഴപ്പന്മാരാകരുത്. എനിക്കത് ഇഷ്ടമല്ല. ഗ്രൗണ്ടിലേക്ക് പോ, വേഗം. അല്ലോ എന്റെ കാലേ, അല്ലോ എന്തൊരു വേദന. അല്ലോ, പല്ല് കടിച്ചു പിടിച്ചാ മതി, വേദന അറിയേയില്ല. വേദന അറിയാതിരിക്കണേൽ പല്ലിന്റെ ഇടയിൽ നിന്റെ പിടല് കൂടി വേണം. അല്ലോ.